ഇനി വ്യത്യസ്തമായ തുലാഭാരം വഴിപാട് നടത്തി ഒരു കരാറുകാരനെ കുറിച്ചാണ് ഇനി. തൃശ്ശൂർ പാർലിക്കാട് സ്വദേശി സുരേഷാണ് മണലും മെറ്റലും കൊണ്ട് തുലാഭാരം നടത്തിയത്. പാർലിക്കാട് വെള്ളത്തിരുത്തി ക്ഷേത്രത്തിലായിരുന്നു വ്യത്യസ്തമായ തുലാഭാരം. ക്ഷേത്രത്തിലേക്ക് പുതിയ തുലാഭാരത്തട്ടും സുരേഷ് സമർപ്പിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവാസഗേഹമായ പാർലിക്കാട് വെള്ളത്തുരുത്തി ക്ഷേത്രത്തിൽ സുരേഷ് എത്തിയത് മണലും മെറ്റലുമായാണ്. ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ സുരേഷ് കെട്ടിട നിർമ്മാണ കരാറുകാരനായിരുന്നു. വർഷങ്ങളായുള്ള സുരേഷിന്റെ ആഗ്രഹമായിരുന്നു ക്ഷേത്രത്തിൽ തുലാഭാരം വഴിപാട് നടത്തണമെന്നത്. എന്നാൽ സുരേഷിന്റെ ബാല്യ യൗവനകാലങ്ങൾ ദുരിതപൂർണമായിരുന്നു. വെള്ളത്തുരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദിനംപ്രതി കുളിച്ചു തൊഴാനെത്തിയിരുന്ന സുരേഷിന് ഒരു രൂപ പോലും കാണിക്ക വയ്ക്കാൻ കഴിയാതിരുന്ന ഭൂതകാലം. സ്വന്തം വീട്ടിൽ നട്ടുവളർത്തിയ പുഷ്പങ്ങളായിരുന്നു അന്ന് കാണിക്കയായി സുരേഷ് സമർപ്പിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ ടാക്സി ഡ്രൈവറായി തൊഴിലെടുത്ത സുരേഷ് പിന്നീട് കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് മാറി. തന്റെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മണലും മെറ്റലും ഉപയോഗിച്ച് തുലാഭാരം നടത്താനാണ് സുരേഷ് തീരുമാനിച്ചത്. ഒരു തുലാഭാരത്തട്ട് നൽകണമെന്ന സുരേഷിന്റെ പ്രാർത്ഥനയും സഫലമായി. ക്ഷേത്രത്തിൽ സമർപ്പിച്ച തുലാഭാരത്തട്ടിൽ പഞ്ചസാര കൊണ്ട് ആദ്യം സുരേഷിന്റെ മാതാവ് തങ്കവും തുടർന്ന് മെറ്റലും മണലും കൊണ്ട് സുരേഷും തുലാഭാരം നടത്തി. ഒരു തുലാഭാരത്തട്ട് സമർപ്പിക്കാൻ അമ്പലത്തിലേക്ക് കഴിഞ്ഞു. മണൽ മെറ്റൽ ബിസിനസ് നടന്നു. അത് മണൽ മെറ്റൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വളരെയധികം ടെൻഷനുള്ളൊരു പണിയാണ്. അപ്പോൾ ആ അമ്പലം എന്നെങ്കിലും എനിക്ക് ഒരു നല്ല രീതിയിൽ ആവുകയാണെങ്കിൽ ഭഗവാനെ ഞാൻ മണൽ കൊണ്ടും മെറ്റൽ കൊണ്ടും തുലാഭാരം ചെയ്യാമെന്ന് ഞാൻ നേർന്നുണ്ടായിരുന്നു. അത് 25 വർഷങ്ങൾക്ക് മുന്നേ നേർന്നതാണ്. ഇപ്പോഴാണ് അതെനിക്ക് സാധിക്കാൻ പറ്റിയത്. ക്ഷേത്രങ്ങളിലെ പൂരക്കമ്മിറ്റി രക്ഷാധികാരിയായും പ്രവർത്തിച്ചു വരുന്ന സുരേഷ് നിരവധി വയോജനങ്ങൾക്ക് പെൻഷൻ നൽകിയും വർഷം തോറും വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുമെല്ലാം ജീവകാരുണ്യ രംഗങ്ങളിലും സജീവ സാന്നിധ്യമാണ്. അമൃത ന്യൂസ്, തൃശ്ശൂർ.